ഒരു തവണ അനുഭവം ഉണ്ടായിട്ടും വീണ്ടും സച്ചി ആ തെറ്റ് ചെയ്യുകയാണ്. വീണ്ടും വീട്ടിലേക്ക് കുടിച്ചിട്ട് വരികയാണ്. സച്ചി രാവിലെ കാറുമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ കൂട്ടുകാരൻ വന്നിട്ട് പറയും, എടാ ഇന്ന് ഓട്ടമൊക്കെ കുറവാണല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും, ഓട്ടം ഇപ്പോൾ എന്നും കുറവല്ലേ, ഇപ്പോൾ ഈ ഇടയായിട്ട് എന്നും കുറവാണ്. എനിക്കാണെങ്കിൽ ആ ഫിനാൻഷ്യർ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടുകാരൻ പറയും, നീ എന്തിനാ അയാളെയായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന്? ഇവിടെ പലരുടെയും ജീവിതം മുന്നോട്ട് പോണത് അയാൾ കാരണമാണ്, നീ എന്തിനാ പ്രശ്നം ഉണ്ടാക്കി ചോദിക്കും. അപ്പോൾ സച്ചി പറയും, പിന്നെ അയാൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കണമെന്നാണോ നീ പറയുന്നത്? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്ങനെയെങ്കിലും അയാളുടെ പൈസയൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് പറയും കേട്ടോ. ആ സമയത്ത് സച്ചിയുടെ ഒറിജിനൽ വണ്ടി അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറയും, ദേടാ നിൻ്റെ കാറ് എന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ സന്തോഷിക്കും കേട്ടോ. അങ്ങനെ അയാൾ അതിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് പറയും, ആ സച്ചി നിൻ്റെന്ന് ഞാൻ ആ പേപ്പേഴ്സൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങാനാണ് ഞാൻ വന്നത് എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, സാർ അന്ന് എൻ്റെ മുന്നിലൊരു ദൈവത്തെ പോലെ വന്ന് നിന്നത്, അന്ന് ആരുമില്ലാത്ത എനിക്ക് പെട്ടെന്ന് വന്ന ഒരു സഹായം തന്നത് സാറാണ്, സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയും. അപ്പോൾ അയാൾ പറയും, അതൊന്നും കുഴപ്പമില്ല, ഇപ്പം ഇങ്ങനെ ഉണ്ട് നിൻ്റെ അച്ഛന് മാറിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ അച്ഛനിപ്പോൾ എല്ലാം മാറി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ സച്ചിയോട് ചോദിക്കും, ആ പേപ്പേഴ്സൊക്കെ തന്നിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു എന്ന് പറയും. അപ്പോൾ സച്ചി, അതൊക്കെ എൻ്റെ കാറിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം പേപ്പറൊക്കെ എടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അയാൾ ഒരു പേപ്പർ കൊടുത്തിട്ട് പറയും, ഇതിലൊന്ന് ഒപ്പിട്ട് തരുമോ എന്ന് പറയും കേട്ടോ. അപ്പോൾ സച്ചിക്ക് ഇങ്ങനെ സങ്കടമാവും. സച്ചി കാറിൻ്റെ മുകളിൽ പോയി ആ പേപ്പർ വെച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ സച്ചി പറയും, നല്ല കാറല്ലേ, എൻ്റെ കാർ അടിപൊളിയല്ലേ, നല്ല സുഖമല്ലേ ഓടിക്കാമെന്നൊക്കെ ചോദിക്കുമ്പോൾ, നല്ല രസമുണ്ട് എന്ന് പറയും കേട്ടോ. അങ്ങനെ സച്ചി പറയും, ഞാനൊന്ന് അവസാനമായിട്ട് ഒന്നും കൂടി ഓടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ആ കാറൊക്കെ ഓടിക്കും കേട്ടോ. അങ്ങനെയാണ് രാത്രി സച്ചി കുടിച്ചിട്ട് വരും. അങ്ങനെ രേവതി മാത്രമേ കാണുള്ളൂ. അപ്പോൾ രേവതിയോട് ചോദിക്കും, അച്ഛനോ ചോദിക്കുമ്പോൾ അച്ഛൻ ഉറങ്ങി എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഭാഗ്യം, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വേഗം റൂമിലേക്ക് വരിക. അപ്പോൾ രേവതി ചോദിക്കും, ഭക്ഷണം വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ, നിൻ്റെ ഭക്ഷണം വേണ്ട, സ്നേഹം എനിക്ക് വേണ്ട, നീ ചെയ്തു തന്നതിനൊക്കെ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.